ഇത്തവണ ഞണ്ട് ഭീകരൻ ഞണ്ടുണ്ട് ഈ തവണ. നല്ല തണുപ്പുണ്ട്. താഴേന്ന് നല്ല തണുത്ത ഐസ് പോലുള്ള കാറ്റ് വീശുന്നു. നമ്മുടെ മീൻകറി അങ്ങനെ റെഡിയായി. ഹായ് 1 2 3 ബ്ലോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന പഴയ ടെന്റിന്റെ അടുത്ത് തന്നെയാണ്. ഇന്ന് ഇവിടെ നിന്ന് സ്ഥലം വിടണം. നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടുന്നതിന് മുമ്പ് ചെറിയ കാപ്പി ഉണ്ടാക്കണം, കാപ്പി കുടിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ സ്ഥലം വിടുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തളർന്നു പോകും. അതുകൊണ്ട് മാത്രം കേട്ടോ രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കി കഴിച്ചിട്ട് മാറാമെന്ന് വെച്ചാൽ. അപ്പോൾ ശകലം കാപ്പി ഉണ്ടാക്കുന്നു, സ്ഥലം വിടുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മുടെ ടെൻ്റ് ഇരിക്കുന്നത് നിലവിൽ ഒരു വമ്പൻ കാശ് കിട്ടുന്ന മരത്തിൻ്റെ ചോട്ടിലാട്ടോ. ഭയങ്കര പൈസ വിലയുള്ള മരത്തിൻ്റെ ചോട്ടിലാണ്. ഇത് കണ്ടോ, ഈ വലിയ വൃക്ഷം. ഇത് 1, ഇത് 2 കണ്ടോ. ഈ 2 എണ്ണം ഈട്ടിമരങ്ങളാണ്, ഈട്ടിമരങ്ങൾ. നിഷ രാവിലെ ഇരുന്ന് കുത്തിയിരുന്ന് എന്തൊക്കെയാണ് കാപ്പിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. എന്നാന്ന് ചോദിച്ചു അവിടെ. എന്നാ നിഷ ഇന്ന് ഉണ്ടാക്കുന്നേ? അപ്പം പുട്ടും മീൻകറി. അടിപൊളി. പഴമുണ്ട്. ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടല്ലോ അല്ലേ? മീൻകറി ഉള്ളതുകൊണ്ട് പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞത്. ഇന്ന് പുട്ടും മീൻകറി. ഈ ചെറുപയർ ഉണ്ടാക്കാതിരുന്നപ്പോഴാണ് ഇന്നലെ പറഞ്ഞത് മീൻകറി ഉണ്ടല്ലോ. അപ്പൊ മീൻകറിയും പുട്ടും പഴവും. അതേ പുട്ടിന് കുഴച്ച് വെച്ചേക്കുന്നു. ഞാൻ ഓർത്തതേ മറ്റേ എന്നാ അതിന്റെ പേരെന്നാ ആ സാധനത്തിന്റെ പേര്? റാഗിയാ. റാഗിയാന്ന് ഓർത്തത്. ചെമ്പാപ്പുട്ടാണ്. ദേ നല്ല ആവി ഉറക്കുന്ന കിടിലം പുട്ട്, ചുവന്ന കളറുള്ള പുട്ട്. അതിൻ്റെ കൂടെ ദേ പഴം പുഴുങ്ങിയത്. പിന്നെ ദേ പുട്ടിൻ്റെ അകത്ത് ഒഴിച്ച് കഴിക്കാൻ ദേ പുഴമീൻ കറി. ഇന്നലത്തെ പുഴമീൻ കറി പറ്റിച്ചെടുക്കുക. ഇവനെയും കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാം. ചൂട് കാരണം ഒരു രക്ഷയില്ല. പുട്ടിൻ്റെ അകത്തും കൈയിടത്തില്ല, മീൻകറിക്കകത്തും കൈയിടത്തില്ല. ഓ പെട്ടെന്ന് കാപ്പി കുടിച്ചിട്ട് തീർക്കണമെന്നൊക്കെ ഓർത്തിട്ട് നടക്കണില്ലല്ലോ, ചൂടാ. വിക്കി വിക്കി ആക്രാന്തം കാണിച്ചാ വിൽക്കും. പുട്ട് നല്ല അടിപൊളി പുട്ട് കേട്ടോ. ഇതെന്നാ പുട്ടാന്ന് പറഞ്ഞ? ചെമ്പയോ? ചെമ്പാപ്പുട്ടോടി പുത്തിരിയാന്ന് തോന്നുന്നു. അല്ല, പുത്തിരി വർക്കത്തിൽ പെട്ടായിരിക്കും. എന്തെങ്കിലും കേട്ടോ, അത് നല്ല പുട്ടുകൂടി കേട്ടോ. ഇത് മീൻകറിയും പുട്ടും എല്ലാം ട്രൈ ചെയ്യണത്. എല്ലാവരും ഭക്ഷണവും ട്രൈ ചെയ്തോ. കൊള്ളാം കേട്ടോ. പുട്ടും മീൻകറിയും കുഴപ്പമില്ല. പുട്ടും ചിക്കൻ കറിയും പുട്ടും മീൻകറിയും ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും വേറെ വേറെ ടേസ്റ്റാ. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ചിക്കൻ കറി കൂട്ടി കഴിച്ചാ. അതൊരു മാരക ടേസ്റ്റായിരുന്നു. നിഷതെ പാക്കിങ് തുടങ്ങി കേട്ടോ. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു ഡാം പണിയുന്നുണ്ട്. അതിന് വേണ്ടി ഉദ്യോഗസ്ഥർ നോക്കാൻ വേണ്ടി വന്നേക്കുന്നു. കാണുന്നിടത്ത് വട്ടം ഒരു കെട്ട് വരും, വലിയ ഡാം. അങ്ങനെ ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പാക്കിങ്
ചെയ്തു തുടങ്ങി. ടെൻറ്റിൻ്റെ അകത്തുനിന്ന് എല്ലാ സാധനവും ഇറക്കി. ഇത് കണ്ടോ, നിഷ ചാക്കൊക്കെ എങ്ങനെ കുണൂണാന്നും പറഞ്ഞ് മടക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ടോ, സാധനങ്ങളെല്ലാം ഇറക്കി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഒക്കെ ഇറക്കി ഇത് അവിടെ വിരിച്ചിട്ടിരിക്കുന്നു. വെയിലാണ്, ഭയങ്കര വെയിൽ. ഇതേ സാധനങ്ങളെല്ലാം ഞങ്ങളിവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പടുതയൊക്കെ അഴിച്ചു. ഇനി ടെൻറ്റ് മാത്രം അഴിച്ചെടുക്കാനുള്ളൂ. ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട്. നമ്മുടെ ടെൻ്റ് ഇരുന്ന ഭാഗം കണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി എല്ലാം പാക്ക് ചെയ്തു. ഇനി നമ്മളടുത്ത സ്ഥലത്തോട്ട് പോയാലോ? ഞങ്ങൾ പയ്യെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പുതിയ ക്യാമ്പിംഗ് സൈറ്റിലേക്ക്. ഇവിടെയാണ് തെളിച്ച് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി നോക്കിയാൽ നേരെ ഫ്രണ്ടിൽ ഈ ഹൈറ്റുള്ള മല കിട്ടും. അപ്പോൾ ഇതൊക്കെ വെള്ളം ഒഴുകുന്ന സീനറി കിട്ടും. മീൻ ഇതെവിടുന്ന് നമുക്ക് പിടിക്കാൻ പറ്റും. നിഷതേ നിൽക്കുന്നു. സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിട്ട് നിഷ ഓരോ സാധനങ്ങൾ പുറത്തെടുത്തോണ്ടിരിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീനിങ് തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറം പറമ്പാട്ടോ, ഈ വേലിക്കപ്പുറം. ടെൻറ്റ് കെട്ടാനുള്ളവിടെ നല്ല സൂപ്പറാക്കി എടുത്തു കേട്ടോ. നല്ല ചെരുവായിരുന്നു. അത് ഞങ്ങൾ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത്, ഈ പുഴയിൽ നിന്ന് ഇവിടെ നല്ല പുല്ല് പറിച്ചിട്ട് ലെവൽ ചെയ്ത് ക്ലിയറാക്കി കൂട്ടത്തിൽ മണ്ണ് വിട്ടു കേട്ടോ. നല്ല അടിപൊളിയാക്കി ഉണ്ടോ. പടുത കെട്ടാനുള്ള കമ്പൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചു. ഇനി പടുതയൊക്കെ വലിച്ചു കെട്ടണം. ടെൻറ്റിൻ്റെ പടുത കൂടാരം ഞങ്ങൾ കെട്ടി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കെട്ടി. കണ്ടോ, നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല അടിപൊളി ഭംഗി. മറ സൈഡിലേക്ക് ടെന്റ് സെറ്റ് ചെയ്യാൻ പോകുന്നു. അതെ, മൊത്തം വിരിച്ചിട്ടേക്കുവാ. രാവിലെ ഒന്ന് തൂളി. അപ്പം ഞാനോർത്ത് മഴയായിരിക്കുന്നു, പക്ഷെ വെയില. നല്ല ഭംഗിയായിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്തു. അടുപ്പിട്ട് സെറ്റ് ചെയ്തു. ടെൻറ്റിൻ്റെ അകത്തിരുന്ന് കണ്ടാൽ ഇത് ഇങ്ങനെയുള്ള കാഴ്ചയും കിട്ടും. കണ്ടോ, ടെൻറ്റിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ നേരെ കിട്ടും. നമ്മുടെ ടെൻറ്റ് അവിടെ ഇരിക്കുന്നു. ഞങ്ങളങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഒരു പഴയകാല നിർമ്മിതി സാധനം. എന്നാന്ന് മനസ്സിലായിട്ടില്ല. ഉരള് പോലെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല ചതുരത്തിൽ കൊത്തിയ കല്ല്. പിന്നെ ഇതുണ്ടോ, ആട്ടുകാൽക്കിഴങ്ങെന്ന് പറഞ്ഞ സാധനം. ഈ നിൽക്കുന്ന ചെടി, ഇതാണ് ഈ പാറപ്പുറത്തൂടെ നിരന്ന് നിൽക്കുന്നത്. ഇതൊരു വലിയ ഹൈറ്റുള്ള പാറയാട്ടോ. ഇതുണ്ടോ, ഇത് ആട്ടുകാൽക്കിഴങ്ങിൻ്റെ സംവിധാനമാണ്. ഭയങ്കര മരുന്നാ. ജ്യൂസല്ല, എന്തൊക്കെ ഉണ്ടാക്കുന്നതാണെന്നാണ് കറിക്കറിയാം. ഇഷ്ടം പോലെ നിൽപ്പുണ്ട് ഇവിടെ. പാറക്കെട്ടിൽ കൂടെ തപ്പി നടന്നപ്പോൾ കിട്ടിയതാ. ഇത് 3 തേങ്ങ ഉണ്ട്. നല്ല സൂപ്പർ തേങ്ങ. നിഷയ്ക്ക് ഇരിക്കാനുള്ള കല്ല് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നുണ്ട്. കുക്കിംഗ് ടൈമിന് ഇരിക്കാൻ എല്ലാം സെറ്റാക്കിയ ശേഷം ദേ ഇരുന്നത് കണ്ടോ. നിഷ റംബൂട്ടാൻ തിന്നുക. റംബൂട്ടാൻ കൊച്ചു കൊണ്ട് തന്നതാ. അവർക്കുടെ വീട്ടിലുണ്ട്. അതെ, അതുകൊണ്ട് നല്ല മധുരമാണ്. ഇനി തീ പിടിപ്പിക്കണം, ഭക്ഷണം പാചകം ചെയ്യണം, മീൻ പിടിക്കണം അല്ലേ, കറി വയ്ക്കാൻ. അതെ, വെയിലാറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി ചൂണ്ട കെട്ടിവെക്കണ ചൂണ്ട വെക്കാൻ പോകേണ്ടി പോവാണ്. പിന്നെ കടവ് നോക്കണം, മീൻ പിടിക്കാനുള്ള കടവ് നോക്കണം. ആ പോകും അക്കരയ്ക്ക്. ആ ഇന്നിപ്പം
വെള്ളം കുറച്ചിട്ട് മഴ പെയ്യുന്നതിന് പെട്ടെന്ന് വെള്ളം വരും. ആ മഴ തോരുമ്പോൾ വെള്ളം അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അക്കരെ കയറി നോക്കാം നമുക്ക് നല്ല കടവൊക്കെ ഉണ്ടോയെന്ന്. ചൂണ്ട സെറ്റ് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് എന്നിട്ട് രാത്രിയിലോ രാവിലെയോ എപ്പോഴെങ്കിലൊക്കെ വന്ന് നോക്കുകയുള്ളൂ. അങ്ങനെ വെച്ചിട്ട് പോകും. ചൂണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞല്ലേന്നേ? കണ്ടോ, ഓരോ ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചു. നല്ല കല്ലുമ്പൊത്തും വലിയ കയവാണത്. കയത്തിൻ്റെ ഒരു സൈഡായിട്ട് വെച്ച് ഇതെവിടെ ചെന്ന് വല വീശാനുള്ള ഒരു സ്ഥലത്ത് ഒരു ശകലം തീറ്റ ഇട്ടിട്ട് വേണം. പക്ഷേ ചാടി ചാടി പോകുന്നുണ്ടോ കല്ലേ കൂടെ? പോട്ടെ പോട്ടെ, ജമ്പ് ചെയ്ത് പോട്ടെ. ചാടി ചാടിയൊക്കെ പോകുന്ന കൊള്ളാം. നോക്കി ചാടിയില്ലെങ്കിൽ അവിടെ കിടന്ന് കിയോ എന്ന് വെക്കേണ്ടി വരും. മീൻ പിടിക്കാൻ ഇറങ്ങിയതേ ഉള്ളൂ, മഴ തുടങ്ങി. മഴയോ മഴ. നിഷ വിട്ടു പോവാ കുടയെടുക്കാൻ. ഇത്രയും നേരം പൊരിഞ്ഞ വെയിലായിരുന്നു. അപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്യുന്നത് നല്ലതാണ്. മഴ പെയ്യട്ടെ, വലിയ സന്തോഷം. ഇവിടുന്ന് നമ്മുടെ ടെൻ്റ് ഇരിക്കുന്ന കാണാം. അങ്ങ് പുഴയുടെ നടുക്കുന്ന നമ്മൾ നോക്കുന്നത്. നിഷയുടെ നിപ്പും ഭാവമൊക്കെ കണ്ടോ? നമ്മുടെ ടെൻ്റ് ഇരിക്കുന്ന കണ്ടോ? നല്ല സൂപ്പർ സ്ഥലത്താണ് ടെൻ്റ് ഇരിക്കുന്നത്. പുഴയിൽ നിന്ന് ഒത്തിരി ഹൈറ്റ് ഉണ്ട് കേട്ടോ. പുഴയിൽ നിന്ന് ഒരു 30 അടിയോളം ഹൈറ്റ് ഉണ്ട്. പ്രളയത്തിൽ പോലും അവിടെ വെള്ളം കയറിയിട്ടില്ല. അതിന് തൊട്ട് താഴെ കൂടെ വെള്ളം പോയേ. ആ താഴെ ഈ നിരപ്പിൽ കൂടെ അങ്ങ് പോയി. അതിന് മുകളിലാണ് നമ്മുടെ ടെൻ്റ് ഇരിക്കുന്നത്. അടുത്ത സ്ഥലത്ത് വന്ന് ചൂണ്ട സെറ്റ് ചെയ്യുകയാണ്. കുറേ ചേട്ടന്മാർ നമുക്ക് മീൻ പിടിക്കുന്ന ടെക്നിക്കുകളും മീനിൻ്റെ ഫുഡുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ പരീക്ഷിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ താഴേക്ക് ഇറങ്ങിയില്ല. ഇപ്പം മഴ പെയ്തുകൊണ്ട് പാറ ചെറിയൊരു തെന്നലുണ്ടേ. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. അതുകൊണ്ടാട്ടാ മോളിൽ നിന്ന് വീഡിയോ എടുക്കണേ. നമ്മൾ ചൂണ്ടയിടയിലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് റെഡി ആയപ്പോൾ 2 ചേട്ടന്മാർ ചൂണ്ടയിടാൻ വന്നിട്ടുണ്ട്. കണ്ടോ, പാറപ്പുറത്തിരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഞങ്ങൾ വെള്ളം എടുക്കാൻ പോകുന്ന ഭാഗമാണ്. വെള്ളം എടുത്തിട്ട് വന്നിട്ട് കുളിച്ചിട്ട് മീൻ പിടിക്കാം അല്ലേടിയേ? ആ, കുളിയും കഴിഞ്ഞ് മീൻ പിടുത്തം. കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ കുടിവെള്ള സ്രോതസ്. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഓരോയിടത്തും കിണർ കിട്ടും. പറമ്പിൻ്റെ സൈഡിലൊക്കെ നല്ല വെള്ളമല്ലേ, കണ്ണീര് പോലുള്ള വെള്ളം. കുളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് നിഷ അതെ, ഞാനും അതെ. ഞാൻ ചെളിക്കകത്ത് കുളിച്ചായിരിക്കണേ. എൻ്റെ ഷർട്ടൊക്കെ മൊത്തം ചെളി കാരണം ഒരു രക്ഷയില്ല. ഈ മണ്ണിൽ കിടന്ന ടെൻ്റ് പണിയല്ലേ, അപ്പോൾ നല്ല പോലെ ചെളി പറ്റും. ഇനി കുളിയൊക്കെ കഴിഞ്ഞാൽ സുന്ദര കുട്ടപ്പനും കുട്ടപ്പത്തിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങ് വരും. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് കാണാം. സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വല വീശാൻ പയ്യെ പോകുന്ന ഭാഗമാണ്. നിഷ മുമ്പേ നടപ്പുണ്ട്, ഇരുട്ടായതുകൊണ്ട് കാണത്തില്ല. വല വീശി നോക്കാം നമുക്ക് വൈകിട്ടത്തേന്.
ഉണ്ടോയെന്നറിയത്തില്ല. ഓ, പടയ്ക്കുന്നുണ്ട്. സിലോപ്പിയ അതിനതാ. ആ, സിലോപ്പി. ഞണ്ട്, ഇന്നും ഞണ്ട് കെട്ടിയേ. ഇതുണ്ട്, ഒരു സിലോപ്പിയും ഒരു ഞണ്ടും. പിന്നെ ഇത് അവിടെയുണ്ട്, അവിടെയുണ്ട്. ആ, ഇവിടെ ഞണ്ടുണ്ട്. ഇത് ചില്ലാങ്കൂരി ഇരിപ്പുണ്ട് അവിടെ. അത് സിലോപ്പി. പിന്നെ അവിടെ ഒരു ചില്ലാങ്കൂരി. പടപടാന്ന് ഇരട്ടി കേട്ടോ. മൊത്തം പ്രാണികൾ നടക്കുന്നു പറന്ന്. നല്ല രസം. മുഴുവൻ പ്രാണികളാ. വീശുന്നുണ്ടേ. പുതിയ കടവ്. ആ, സിലോപ്പി ഉണ്ടെന്ന്. മീനുണ്ട്. ആ, അതേ ഒരു വലിയ സിലോപ്പി ഉണ്ട്. കണ്ട, മുഴുത്തതാണേ. ഒരു മീനേ കിട്ടുള്ളൂ കേട്ടോ, എന്നാലും മുഴുത്ത സിലോപ്പി. കണ്ട, കണ്ട ഞങ്ങളുടെ പുഴയുടെ നടുക്ക് വന്ന വല വീശിയ. നിഷ കല്ലേക്കൂടെ ചാടി ചാടി പോവാ. നോക്കിപ്പോണം കേട്ടോ. നിഷേനെ സമ്മതിക്കണം ഇങ്ങനെ നടക്കുന്നതിന്. അപ്പുറത്തൂടെ പൊടി, ആ ചെളിക്കകത്തൂടെ അങ്ങ് കിടന്നു. തെന്നി വീഴുന്നു എന്നുള്ളിടത്തൊന്നും കയറിയേക്കരുത്. പുല്ലും കാടും. ഇവിടെ ഇറങ്ങും. നമ്മൾ പുതിയ പുതിയ കടവുകളെല്ലാം പരീക്ഷിച്ച് നോക്കുക അല്ലേ ചോ? ഉണ്ടോ ഇല്ലയോ എന്നല്ല, നമ്മൾ വീശി നോക്കും. ആ, നമ്മൾ വീശി നോക്കും. മീൻ കിട്ടിയില്ല. ആ, 2-3 പരലുണ്ട്. വീണ്ടും ഞങ്ങൾ വല വീശിയിട്ടുണ്ട് കൊമ്പനെ പിടിക്കാൻ. കൊമ്പനില്ല, നത്തോലിയേ ഉള്ളൂ. നത്തോലി എങ്കിൽ നത്തോലി. ആ, എന്തോ ഓർമ്മയുണ്ട്, സിലോപ്പിയാന്ന്. എന്തോ മീൻ ഓടുന്നുണ്ട്. പ്രളയം കഴിഞ്ഞ പിന്നെ ഇവിടെ മീനൊക്കെ കുറഞ്ഞെന്ന് എല്ലാവരും പറഞ്ഞു. നേരത്തെ ഇഷ്ടം പോലെ മീനുണ്ടായിരുന്നെന്ന്, ഇപ്പം മീൻ കുറഞ്ഞു. ഞങ്ങൾ പിന്നെ ഒരു കുയിലും കുഞ്ഞാ. ഇതുണ്ടോ, കുയിലും കുഞ്ഞ്. കറ്റിയില്ലേ, കറ്റി. അതിൻ്റെ അകത്ത് ഞണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ മീൻ. ഒത്തിരി വീശി എന്നിട്ട് കിട്ടിയ മീനായത്. എന്നാണല്ലോ ഒരു കറിക്കുണ്ട്, ഇത് മതി. ഇത് ധാരാളം. ജീവനുണ്ട്, ചാടി ചാടി പോരത്. നല്ല പിടപിടയ്ക്കുന്ന മീൻ. ഒന്നും ചത്തിട്ടില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വെട്ടി ക്ലീൻ ചെയ്യണം. അകലേന്ന് നമ്മുടെ ടെൻ്റ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട, ഇതാ ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി തന്നെ ഒരു വേറെ ലെവലാട്ടോ. നോക്കിയേ എന്നാ സെറ്റപ്പാന്ന് നോക്കിയേ. മീൻ തേക്കും കേട്ടോ. മീനെ നല്ല സുന്ദരക്കുട്ടപ്പന്മാരാക്കുക. ഇന്ന് രാത്രി കഴിക്കും. നമ്മൾ രാത്രിയിലാണ് വീശിയതേ. അത് രാത്രിയായിപ്പോയി കിട്ടിയപ്പോൾ. അതുകൊണ്ട് ഇന്ന് വെട്ടം കാണിക്കില്ല.
ഇങ്ങനെ പാറയിലിട്ട് നല്ല വൃത്തിക്ക് തേക്കുന്നതിന് നമുക്ക് ചാരത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. അതൊക്കെ ഇച്ച് നല്ല നല്ല പോലെ തേച്ച് തരും. ഒന്നൂടെ ആ ആ പറഞ്ഞോ. ഈ കളറിലിരിക്കുന്ന മീന ഈ കളറിൽ കണ്ട എനിക്കിങ്ങനെ തേക്കാൻ കിട്ടില്ല. ഞാൻ വെട്ടാൻ കൂടും, തേക്കൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. സൂക്ഷിച്ച് മുള്ളുള്ളല്ലേ. കറുത്ത മീൻ നല്ല വെളുവിളാനായി. രാത്രിയിലേക്കുള്ള കുക്കിംഗ് ആരംഭിക്കുന്നു. നല്ല പരവേശമുണ്ട്, അതുകൊണ്ട് ഇച്ചിരി കട്ടൻ ചായ ആദ്യം തന്നെ തിളപ്പിക്കാന്ന് വെച്ചു അല്ലേ ദിനേശേ? അത് തന്നെ ചായ ചായ കുടിച്ചിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയില്ല, കഴിച്ചുമില്ല. അതിൻ്റെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ അല്ലേ? അതെ ആ. നിഷയാണെങ്കിൽ ചിറകുടഞ്ഞ പക്ഷിയുടെ കൂട്ടായിരിക്കുന്നത്. ആ ഓടിപ്പോവാൻ സ്ഥലം തൊട്ടടുത്ത് വീട് വല്ലതും ഉണ്ടായിരുന്നു, അവിടെ പോയി വല്ല ഭക്ഷണവും കഴിച്ചിട്ട് വന്നേനെ. പട്ടാണിക്കടല ചായക്കുള്ളതാണ്. അടിപൊളി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ വേണ്ടേന്നോ എന്നാ ചോദ്യം അതാ. പുഴയിന്ന് കിട്ടിയ തേങ്ങ പൊട്ടിച്ച് നോക്കാൻ പോവാ. നല്ല സൂപ്പർ തേങ്ങ കണ്ടിട്ട്. വെള്ളം കൊള്ളാമെന്ന് നോക്കണം, ചൊവ്വയുണ്ടോന്നേ കേട്ടോ നിഷേ? ആ നല്ല അടിപൊളി തേങ്ങ അല്ലേ? നല്ല സൂപ്പർ തേങ്ങ. മധുരം ഉണ്ടോ? ആ എന്നാ നല്ല അടിപൊളി തേങ്ങ. കണ്ട സുഹൃത്തുക്കളെ, എന്നെ പറ്റിച്ച് തേങ്ങാവെള്ളം പൊട്ടിച്ച് കപ്പിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ച് അത് ശകലം കുടിച്ച് നോക്കിയിട്ട് എന്നോട് പറയണേ കൊള്ളൂല, വാട്ടവെള്ളം പോലെ ഇരിക്കണമെന്ന്. എന്നിട്ട് ഒരു സ്പൂൺ എനിക്ക് തന്നിട്ട് കുടിച്ച് നോക്കാൻ. ലാസ്റ്റ് ഞാൻ കുടിച്ച് നോക്കിയപ്പോൾ നല്ല മധുരമല്ല, നല്ല സൂപ്പർ തേങ്ങാവെള്ളം. എന്നിട്ട് ഇരുന്ന് ചിരിക്കണണ്ട, നോക്കിയാൽ മുഖം കാണിച്ച്. കരവരാന്നും പറഞ്ഞ നിഷ തേങ്ങ എല്ലാം ചിരണ്ടി കൂട്ടുന്നുണ്ട്. ഇന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞാണ് മീൻ കറി വെക്കുന്നതെന്നാണ് പറഞ്ഞത്. നല്ല മധുരമുള്ള തേങ്ങ, നല്ല കടിച്ചാലൊന്നും ഏക്കൂല, അത്ര ബലവും. ചിരത്താടി. ആഹാ, ഇത് രണ്ട് ശർക്കര കഷ്ണമൊക്കെ വെച്ച് കൊത്തി അങ്ങ് തിന്നണം അല്ലേ? ഭയങ്കര രുചിയായിരിക്കും. ഇന്ന് മീൻകറി ഉഷാറാക്കും ഞങ്ങൾക്ക് ഒരു അതിഥി ഇത് വന്നേക്കുന്നു. നിഷയുടെ മറവിലിരിപ്പുണ്ട് ആശാൻ. കണ്ടാ, ബാ ഇങ്ങോട്ട് പോരെ. മീൻ കറി വെക്കാൻ വേണ്ടി ആദ്യപടി
വഴറ്റാനുള്ള സാധനങ്ങളെല്ലാം ഇട്ട് വഴറ്റുക. ഇന്ന് ഫിഷിംഗ് ഒക്കെ ഇച്ചിരി കുറവുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ നികത്തും. അടുത്ത വീഡിയോ വമ്പം ഫിഷിങ്ങുമായിട്ട് വരും. ഇന്ന് നമ്മൾ ടെൻ്റൊക്കെ കെട്ടി എല്ലാം ക്ഷീണിച്ചിരിക്കുമല്ലായിരുന്നോ, അതിൻ്റെ ഒരു കുറവ്. നമുക്ക് വന്ന അതിഥി അവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്ക് മുമ്പിലൊരു മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പുള്ളി അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. മീൻ കണ്ടില്ല. പുള്ളി കണ്ടാ പുള്ളി എടുത്ത് തിന്നിട്ട് പോയാനെ. ഒത്തിരി നേരമായിട്ട് വന്നിട്ടാ. കണ്ട് മീൻ കണ്ട്. കണ്ടേ, മീൻ കണ്ടേ. ആ പുഴമീനായതുകൊണ്ടാന്ന് തോന്നുന്നു പുള്ളിക്ക് വേണ്ട. മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഇന്ന് നമ്മൾ ഇളക്കി മറിക്കുന്നുണ്ട്. മുളക് ഇട്ടാണ് കറി വെക്കണേ. മറ്റേ വലിയ മുളക്. പച്ചമുളക്. ഓരോ ദിവസം നിഷയുടെ വെറൈറ്റി കറികളാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. രണ്ടാം പാലേ അത് തിളച്ച് വരണം. ഇത് തേങ്ങ അരയ്ക്കുന്നതിന് പകരമാണോ? അല്ല. പുളിവെള്ളമൊക്കെ ഒഴിച്ചോ? തകർക്ക. മീനെ പറക്കി ചാറിൻ്റെ അകത്ത് മുക്കി വെക്കുന്നുണ്ട്. കണ്ടാ, നല്ല കിടിലൻ മീൻ. തേങ്ങാപ്പാൽ ഒഴിക്കുവാണ്. തക്കാളിയും കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട്. ലാസ്റ്റ് തേങ്ങാപ്പാൽ. നമ്മുടെ മീൻകറി അങ്ങനെ റെഡിയായി. ഇനി ഇന്ന് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് അടുത്ത ഐറ്റം എന്നാടി? ഗോതമ്പ് ദോശ. അതെ, ഇത് കണ്ടോ, ദോശ മാവ്. ഗോതമ്പ് ദോശ. അതെ, രാത്രിയിലേക്കുള്ള ഇന്നത്തെ അംഗം ഗോതമ്പ് ദോശ. നിഷ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ചാടി കയറി ഇരിപ്പുണ്ട്. വിശന്ന് കൂറ കുത്തിയായിരിക്കണേ അല്ലേ നിഷ? ഇന്നത്തെ ഭക്ഷണം മീൻകറിയും ദോശയും പിന്നെ ഇച്ചിരി സാലഡും ഒരു അവക്കാഡോ കിട്ടി. അതെ, അടുത്ത വീട്ടിൽ നിന്ന് ഒന്നല്ല, കുറച്ച് അവക്കാഡോ 5-6 കൊണ്ട് തന്നിട്ടുണ്ട്. ഇന്ന് ലൈറ്റ് ഭക്ഷണം, നാളെ നമുക്ക് അടിപൊളിയാക്കാട്ടോ. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കട്ടെ. ദോശയും മീനും കൂടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുഴയിൽ കിടക്കുമ്പം മീൻ പിടിച്ച് കറി വയ്ക്കുന്നു. കാട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ പല പല ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്നു. മീൻകറി അടിപൊളി കേട്ടോ. നന്നായിട്ട് വിശന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, കിട്ടുന്ന ഭക്ഷണത്തിന് വരെ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇന്ന് നന്നായിട്ട് വിശന്നിരിക്കുക, കാരണം ഉച്ചയ്ക്ക് ഇന്ന് ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല, അതാണ് സത്യം. എൻ്റെ കഴിച്ച് വന്ന ഇതോടെ എല്ലാം ശരിയാക്കി എല്ലാം റെഡിയാക്കി വന്നപ്പോഴേ ഈ സമയമായി. 8 മണിയുള്ള എല്ലാ ദിവസവും ഇങ്ങനെ അല്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ല. ഞങ്ങൾ എന്നത്തെ പോലെ തന്നെ ഇന്നും ടെൻറ്റിൻ്റെ അകത്ത് ചാടി കയറിയിട്ടുണ്ട്.
വേറെ പുറത്തിറങ്ങി പോകാൻ നിവൃത്തിയില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുക പുറത്ത്. മഴയുണ്ട്, നല്ല കാറ്റുമുണ്ട്. അതെ, പിന്നെ പാതിരാത്രിയല്ലേ. ഞങ്ങൾ കിടക്കുമ്പം സമയം എന്നാകുമെന്നറിയോ? ഒരു 12, 1 മണി ഇതൊക്കെയാണ് സമയം. ഇപ്പം സമയം 12 മണിയാകാൻ പറഞ്ഞത്. 12 മണി ആകാറായെന്നല്ല, 12:07 അങ്ങനെ നല്ല സമയമെടുക്കും. ടെൻറ്റ് പൊളിച്ചോണ്ട് നമ്മൾ ഒന്ന് പൊളിച്ചോണ്ട് വരുന്നു, അടുത്ത സ്ഥലത്തേക്ക് വരുന്നു, ആ സ്ഥലം ക്ലീൻ ചെയ്യുന്നു, അവിടെ പടുതെല്ലാം വലിച്ചു കെട്ടുന്നു. ഇത്രയും വരെ നല്ല താമസം വരുന്നതാണ്. പിന്നെ വെള്ളവും വിറകും കണ്ടെത്തും. അതെ, എല്ലാം ഒപ്പിച്ചോണ്ട് വരുമ്പോഴത്തേക്കും നമ്മളെ സാധനങ്ങൾ മാത്രം ഉണ്ടല്ലോ, വെള്ളവും വിറകൊക്കെ ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കുകയും എല്ലാം ഒപ്പിച്ച് വരുമ്പോഴത്തേക്കും പാതിരാത്രിയാണ്. അതാണ് ടെൻറ്റ് മാറുന്ന ദിവസം പറ്റുന്ന പറ്റൽ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുക്കും. ഇനി കുറച്ച് പേർക്ക് ഹായ് പറയാനുണ്ട് കേട്ടോ, അതൊന്ന് വായിച്ചതിന് പടപടാന്ന് വായിച്ചു. ജൂലൈ 27-ാം തീയതി 2ാം പിറന്നാൾ ആഘോഷിക്കുന്ന ദേവതീർത്ഥ കുഞ്ഞാവിയാണ്. അതെ, 2ാം പിറന്നാൾ ആശംസകൾ. 2ാം പിറന്നാൾ ആശംസകൾ ദേവതീർത്ഥ. പിന്നെ ബിജോയുടെ പൊന്നൂസിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ പൊന്നൂസ്. ജൂലൈ 31-ാം തീയതി ഹാപ്പി ബർത്ത്ഡേ ആക്കുന്ന വൈഗ വിശാൽ. ഹാപ്പി ബർത്ത്ഡേ വൈഗ വിശാൽ. ജൂലൈ 24-ാം തീയതി ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജോബിനും ഹാപ്പി ബർത്ത്ഡേ. ജൂലൈ 24-ാം തീയതി ഹാപ്പി ബർത്ത്ഡേ ആക്കുന്ന ഷീന ആൻസൺ UK. ഹാപ്പി ബർത്ത്ഡേ ഷീന. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ജൂലൈ 24-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന വസുദേവിനും ഹാപ്പി ബർത്ത്ഡേ. ജൂലൈ 24-ാം തീയതി ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്ന മുർഷിദ മുജിഹീറ. ട്വിൻസ് ആണ് അവര്, കുട്ടികളാണ്. അവർക്കും ഹാപ്പി ബർത്ത്ഡേ. ഒരു വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. ജൂലൈ 24-ാം തീയതി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നസ്രീൻ സലീം അസ്ലാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഈ കൈയാണ്. വിഷ്ണു ആൻഡ് ഫാമിലി ബോണക്കാട് ട്രിവാൻഡ്രം. സുചിത്ര മുകേഷ് കാളിക്കാവ് മലപ്പുറം. അനീഷ് നിജേഷ് സന്തോഷ് പുന്നത്തറ. മഹിമ പത്തനംതിട്ട. മായ കക്കാട് കോഴിക്കോട്. അലീന ജിവിൻ ഓസ്ട്രേലിയ. പാലക്കാർക്ക് ഒരു ഹായ് പറയാൻ ഷൈനി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. പാലക്കാർക്ക് ബിഹായ്. പൊന്നൂസ് റെനീഷ് രഞ്ജു പാലക്കാട്. പ്രിനു പുനലൂരുകാർക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പുനലൂരുകാർക്കും ഹായ് കേട്ടോ, എല്ലാവർക്കും ഹായ്. ഷെമീമ അനീസ്. ഗീതു അനിത പരിയാരം. ഉഷ അഭിലാഷ് അർജുൻ ആദിത്യൻ. ജയ്മോൾ ജിഷ്ണു നിവേദിത വസുദേവ്. ആലിസ് അരുവിത്തുറ. റെനീഷ് രഞ്ജു പാലക്കാട്. മുത്തു തിരൂർ. ശിഹാബ് റുബീന. അനന്തു എലവൂർ. രജീഷ് എഴുപുന്ന. വിദ്യ മുകേഷ്. അനുനന്ദ. അദീബ്. ജെൻസി ജോസ്. അനു പൊന്നു. ഷീബ ബാബു കോതമംഗലം. നിതിൻ നന്ദൂട്ടൻ. അജുക്കുട്ടൻ. നീതുമോൾ. അനീഷ് കൊച്ചി. ഷിനു അലനല്ലൂർ. മനു എമ്മാനുവൽ. ജിബിൻ ജോസഫ് പൊൻകുന്നം. ബിനീഷ് വി ദാസ്. ധ്രുവദേവ്. ധീരജ് ദേവ്. സുന്ദരൻ പൊന്നാനി. റിജു CKK വയനാട്. ഇത്രയും പേർക്ക് ബിഗ് ഹായ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഒക്കെ ഹായ്. എല്ലാവരോടും നമുക്കുള്ളത് സ്നേഹം മാത്രം കേട്ടോ. പിന്നെ എല്ലാവരും ഇത് കുറേ പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് എഴുതുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് ടെൻറ്റ് ക്യാമ്പിംഗ് അല്ലേ. ടെൻറ്റ് ക്യാമ്പിംഗ് ആകുമ്പോഴത്തെ മഴക്കാലം ആയതുകൊണ്ട്
ഇങ്ങനെ പടുതയൊക്കെ കെട്ടി ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ടെൻറ്റിന് വ്യത്യാസം വരുന്നില്ല, ഒരേ മോഡലിൽ തന്നെ നിൽക്കും. മഴക്കാലം അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പല ഡിസൈനും പരീക്ഷിച്ചേനെ. കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ പല പല ഡിസൈനുകളിലാണ് വീഡിയോ ചെയ്തത്. തുടക്കം വീഡിയോകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കറിയാം പല പല ഡിസൈൻ ചെയ്തത്. അത് വേനൽക്കാലമായിരുന്നു, അന്നേരം മഴയില്ലല്ലോ. ഇപ്പോൾ അങ്ങനെയല്ല, മഴ തണുപ്പ് ഇത് രണ്ടും അതിജീവിക്കണം. തന്നെയല്ല എൻ്റെ ആരോഗ്യസ്ഥിതി വഷളാകാതെ നോക്കണം. കാരണം ജീവൻ കൈ പിടിച്ചുള്ള ഒരു അഭ്യാസമായിരുന്നു. അപ്പോൾ അതും ശ്രദ്ധിക്കണം, എല്ലാം ശ്രദ്ധിച്ച് വേണം ഞങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ ഇനി കുറച്ച് നേരം കിടക്കണം. കിടന്നിട്ട് നേരം വെളുത്ത് കാണാം അല്ലേ? കിടക്കാൻ നോക്കിയാലോ? ഇതൊക്കെ വിരിക്കാം. ഈ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ് കേട്ടോ. ഒത്തിരി ഗുണം ചെയ്തു. നല്ല വലിപ്പമുണ്ട്, പുതപ്പിൻ്റെ അത്രയും വലിപ്പമുണ്ട്, നല്ല ചൂട് അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കിടക്കുമ്പം പുതപ്പ് പുതയ്ക്കോ അങ്ങനെയുള്ള ഒരു ഇതും വേണ്ട. പിന്നെ നല്ല ഒരു സ്പോഞ്ചും കൊണ്ട്, അകത്ത് സ്പോഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു, സ്പോഞ്ച് പോലെ എന്തോ ഒരു മെറ്റീരിയലാണ് അകത്ത്. അതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടക്കാം. എന്നാൽ പാറപ്പുറത്തൊക്കെ ടെൻറ്റ് വയ്ക്കുമ്പം കല്ലൊക്കെ കൊള്ളുമല്ലോ, അത് ഇച്ചിരി വേദന കുറയും അല്ലേ? നല്ല വേദനയുണ്ട് ചില പാറപ്പുറത്തൊക്കെ കിടന്നുറങ്ങുമ്പം. ടെൻറ്റ് വെച്ചിട്ടേ ആ വേദന കുറയ്ക്കാനാണ് ഞങ്ങളിപ്പോൾ പുല്ല് വെട്ടി അടിയിലിടുന്നത്. എന്നാലും ഒരു ദിവസം കിടന്ന് കഴിയുമ്പോഴത്തേക്ക് പുല്ല് ചതയുമല്ലോ, ചതഞ്ഞിട്ട് അടുത്ത ദിവസം കല്ല് കൊള്ളാൻ തുടങ്ങും. പക്ഷേ ഇപ്പം ഈ സ്ലീപ്പിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് കുറേയൊക്കെ രക്ഷപ്പെട്ടു. ഇന്നെന്നാ പറ്റിയെന്ന് വെച്ചാൽ പുതപ്പൊക്കെ പുതയ്ക്കുന്നേ ഇന്ന് നല്ല തണുപ്പുണ്ട്. താഴേന്ന് നല്ല തണുത്ത ഐസ് പോലുള്ള കാറ്റ് വീശുന്നുണ്ട്. പക്ഷെ ഇന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധ്യതയുണ്ട് അല്ലേ? മടുക്കുകയും ചെയ്തു. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല, നേരം വെളുത്ത 6 മണി വരെ എഡിറ്റിംഗ് ആയിരുന്നു. ഇനി പിന്നെ 5:30 എന്റെ ഫോണിൽ ബെല്ലടിച്ചപ്പോ ഞാൻ നമ്മൾ 5:30 ആകുമ്പോൾ എഴുന്നേക്കുകയും ചെയ്യണം എല്ലാ ദിവസവും. അത് കഴിഞ്ഞേച്ച് കിടന്ന് ഞങ്ങൾ ഉറങ്ങും കേട്ടോ, ഒരു 8-9 മണി വരെ. 7 മണിയാകുമ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞേച്ച് ഞങ്ങൾ കയറി കിടന്നൊരു ഒറ്റ ഉറക്കമുണ്ട്. അതെ, പിന്നെ പറയാനുള്ളത് തന്നെ 2 പാർട്ട് എപ്പോഴും ഞങ്ങൾ മുമ്പിലാട്ടോ ഷൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 പാർട്ട് ഓൾറെഡി ഞങ്ങൾ മുമ്പേ ഷൂട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ 2 പാർട്ട് മുമ്പുള്ളവരുടെ ഈ ഹായും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. അത് കഴിഞ്ഞാൽ ഈ 2 പാർട്ട് മുമ്പേ പറഞ്ഞു പോകുന്നതുകൊണ്ട് അതിൻ്റെ തലേദിവസം അടുപ്പിച്ചിടുന്നത് വീഡിയോയിലെ പേര് ഞങ്ങൾക്ക് പറയാൻ പറ്റുകയല്ലോ. അതെല്ലാം എഡിറ്റ് ചെയ്ത് പോവുക 2 ദിവസത്തേക്ക് മുൻപേ. അതെ, ഇച്ചിരി താമസിച്ചാലും ഞങ്ങൾ പറയും. അപ്പം ക്ഷമയോടെ കാത്തിരിക്കുക അല്ലേ? പിന്നെ ക്യാമ്പിങ്ങിൽ നമ്മുടെ ഇപ്പം മഴക്കാലമാണല്ലോ, ഈ ടെൻറ്റ് വെച്ചുള്ള ക്യാമ്പിങ് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കളി നടക്കില്ല. ഇപ്പോൾ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണത്തിൽ വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും, സ്ഥലങ്ങളിൽ വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പുഴയിൽ ടെൻറ്റ് ക്യാമ്പിങ് ചെയ്യുമ്പോൾ പുഴയിൽ നിന്ന് മീൻ പിടിച്ച് കുക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പുറത്തുനിന്ന് വേണമെങ്കിൽ ബീഫോ ചിക്കനോ ഒക്കെ മേടിച്ച് ഗ്രില്ലൊക്കെ അടിക്കാം. അതൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. അതെ, അതാണ് സത്യം. ഒരു ഏറ്റുമാടം കെട്ടി ടെൻറ്റ്, വലിയൊരു ഏറ്റുമാടം ഉണ്ടാക്കി ക്യാമ്പ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്, ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. അതിന് കാരണം നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ ആരുടെയെങ്കിലും പറമ്പിലാണ്, അവർ സമ്മതിക്കൂല. മരം വെട്ടണ്ടേ, മരം വെട്ടി മണ്ടേ ചെന്ന് പണിത് വെക്കണ്ടേ, അത് അവർ സമ്മതിക്കുകയില്ല. അതെ, സ്ഥിരമായിട്ടൊരു കിടിലൻ ഏറുമാടം ഉണ്ടാക്കാം.
ഇന്ന് ഏതായാലും ഇച്ചിരി നേരത്തെ കിടക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇന്ന് എഡിറ്റിംഗ് ഇല്ല, അതുകൊണ്ടാണ്. ശരിക്കും പാതിരാത്രി 1 മണി ആകാറായി. പിന്നെ കിടന്നാലാ ഞാനിത് കൂട്ടൊന്നും വേണ്ട. അവ നേരെ വളർത്ത് കാണാം. ഓക്കെ ടീക്കെ. ഇറങ്ങിപ്പോടാ ഈച്ചകളെ. ഈച്ചകളെ പുറത്തെ അടിക്കുന്ന പരിപാടിയാ. ഗുഡ് മോർണിംഗ്. വലിയ മഴ പെയ്തില്ല കേട്ടോ. ചാറ്റൽ മഴയായിട്ട് ഇന്നലെ മൊത്തം രാത്രി നിന്നു. ചൂണ്ടകളിലൊന്നും മീനില്ല കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നമുക്ക് ചൂണ്ട. അതായിരിക്കുന്നു ഒന്ന്, പിന്നെ അത് അവിടെ വന്നിരിക്കുന്നു. രണ്ടിലും ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് തീ പിടിപ്പിച്ചേ. നമുക്ക് ചായ വെക്കണം, കാപ്പി ഉണ്ടാക്കണം, കഴിക്കാനുള്ളത് എല്ലാം ചെയ്യണം. തീ പിടിച്ച് വരണതേ ഉള്ളൂ. നമ്മുടെ ചായ അതെ തിളച്ചു. ചായ ആയി കഴിയുമ്പോൾ വരാതെന്ന് പറഞ്ഞൊരു ആള് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇച്ചോ ചായ റെഡിയായേ. നമുക്ക് ചായ എടുക്കാം. ഹായ്. രാവിലെ നല്ല വെയിലായി. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. നമ്മളെന്ന് ക്യാമ്പിങ് ഇറങ്ങിയാലും വെയിലായിരിക്കും. മഴ പെയ്യുന്നത് വല്ല പാതിരാത്രിയിലും. ഇത്രയും ദിവസം ക്യാമ്പിങ്ങിന് ഇറങ്ങി ആകെ 1-2 ദിവസം മഴ പെയ്യുന്നത്. ഇന്നലെ ഭയങ്കര സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഉറക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഇന്ന് എഴുന്നേക്കാനും താമസിച്ചു. ഇന്നെന്തായാലും നല്ല അടിപൊളി മീൻപിടുത്തമൊക്കെ ആയിട്ട് കഴിച്ചു കൂടണം. അപ്പോൾ അടിപൊളി മീൻപിടുത്തമൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. അപ്പോൾ ഓക്കെ ടേക്ക്